കിനാലൂരിൽ എയിംസ് വരുമെന്ന് പ്രഖ്യാപിച്ചത് 2020-ലാണ്. ഈ 2020-ലെ പ്രഖ്യാപനത്തിന് ശേഷമാണ് ഭൂമി ഏറ്റെടുക്കാൻ, ഭാവി വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനമായത്. ഈ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടത് 250 ഏക്കർ ഭൂമിയാണ് വേണ്ടത്. ഈ 250 ഏക്കർ ഭൂമി ഇവർ എങ്ങനെയാണ് ഏറ്റെടുത്തതെന്ന് കൂടി നമുക്ക് നോക്കാം. കിനാലൂരിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്, ബാലുശ്ശേരി ഗവൺമെന്റ് കോളേജ് എന്നിവയ്ക്ക് സമീപമുള്ള ഭൂമിയാണ് കണ്ടെത്തിയത്. ഇവിടെ KSIDCയുടെ കൈവശമുണ്ടായിരുന്ന 150 ഏക്കർ ഭൂമി ഇവർ ആരോഗ്യ വകുപ്പിന് കൈമാറി. ഇനി വേണ്ടത് 100 ഏക്കർ ഭൂമിയാണ്. ഈ 100 ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുക്കാൻ വിജ്ഞാപനം ഇറക്കി. ഈ വിജ്ഞാപനം ഇറക്കിയതോടു കൂടിയാണ് കിനാലൂരിലെ ഭൂ ഉടമകൾ വെട്ടിലായത്. 100 ഏക്കർ ഭൂമിക്ക് ആകെ 194 ഉടമസ്ഥരാണുള്ളത്. അതിൽ 94 വീടുകളുണ്ട്, 10 മറ്റ് കെട്ടിടങ്ങളുമുണ്ട്. കഴിഞ്ഞ 5 വർഷമായി ഇവ വിൽക്കാനോ നന്നാക്കാനോ വായ്പ എടുക്കാനോ സ്ഥലമുടമകൾക്ക് അനുമതിയില്ല. എന്നാൽ അതേസമയം സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തിട്ട് തുക നൽകാനും തയ്യാറാകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എയിംസ് വന്നിട്ടുമില്ല. എയിംസ് വരുമെന്ന പേരിൽ 250 ഏക്കറില് 150 ഏക്കർ KSIDCയുടെ ഭൂമിയും ബാക്കി 100 ഏക്കർ ഭൂമി, അതായത് അവിടുത്തെ കിനാലൂരിൽ 194 ഭൂ ഉടമകളുടെ ഭൂമിയാണ് ഇവർ നോട്ടമിട്ടിരുന്നത്. ആ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് അവർക്ക് പൈസ കൊടുക്കുന്നുമില്ല. മറിച്ച് അവർക്ക് അത് വിൽക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവർക്ക് അതിലൊന്നും പണിയാൻ പറ്റുന്നില്ല. ഇതാണ് കിനാലൂരിലെ കണ്ണീര് ഒഴിയാത്ത എത്ര കുടുംബങ്ങളാണ് അവിടെ ഉള്ളതെന്ന് അറിയാമോ? അവർ ചോദിക്കുന്നത് ഒറ്റ ചോദ്യമാണ്: എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? വീട് നന്നാക്കാൻ കഴിയുന്നില്ല, വീട് വിറ്റ് താമസം മാറാൻ കഴിയുന്നില്ല. എന്തിന്? സ്ഥലം ഏറ്റെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും ഇതുവരെ ഏറ്റെടുത്തിട്ട് പോലുമില്ല. എത്ര രൂപ തരുമെന്നും പറയുന്നില്ല. ഞങ്ങൾ ജീവിക്കാൻ വഴിയില്ലാതെ കണ്ണീര് കുടിക്കുകയാണ് എന്നാണ് ഒരു ജനത എണ്ണി പറയുന്നത്. 2020-ലാണ്. അതായത് 2020 എന്ന് പറയുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലും രണ്ടാമത്തെ പിണറായി സർക്കാരിന്റെ തുടർഭരണ രണ്ടാം പിണറായി സർക്കാർ ആയിരുന്നല്ലോ. ആ സമയത്തും ഇവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതേ സമയം 2 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ചു. ആ സമയത്തും എയിംസ് ഒരു തീരുമാനമായില്ല. കാരണം എയിംസ് തീരുമാനമാകത്ത് ആലപ്പുഴയിൽ വേണോ കോഴിക്കോട് വേണോ എന്നുള്ള ഒരു വാശിയിലായിരുന്നു. സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ തയ്യാറാകാത്തതിന്റെ, സ്ഥലപരിമിതി തയ്യാറാകാത്തതിന്റെ ഒരു കാരണവും എയിംസ് വരുന്നതിന് തടസ്സം സൃഷ്ടിച്ചു. പക്ഷെ ഈ തടസ്സം സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോയിരിക്കുന്ന സാധാരണക്കാരാണ്, സാധാരണ ജനങ്ങളാണ്. സ്വന്തമായി ഒരു വീടുണ്ടാക്കി ആ വീടിന്റെ അവകാശം പോലും തന്റെ കയ്യിലില്ലാതെ ആ വീട് വിൽക്കാനോ അല്ലെങ്കിൽ മറിച്ച് കൊടുക്കാനോ വാടകയ്ക്ക് കൊടുക്കാനോ എന്താ വീട്ടിൽ ഒരു അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും അവർക്ക് അവകാശമില്ലാതെ അവർ കേഴുകയാണ്. സത്യം പറഞ്ഞാൽ നരക ജീവിതമാണ് അവർ അവിടെ നയിക്കുന്നത്. കിനാലൂർ കൊയിലാട്ടുമുക്ക് പയറ്റുകാല വീട്ടിൽ ആരിഫ കണ്ണു തുടച്ച് പറഞ്ഞ വാക്കുകളാണ് ഇതെല്ലാം. കിനാലൂരിൽ എയിംസ് വരുമെന്ന് പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. സ്വന്തം ഭൂമിയിൽ പണിതുയർത്തിയ വീട്ടിൽ ഒന്നും കയ്യിലില്ലാതെ അന്യരായി കഴിയേണ്ടി വരുന്നതിന്റെ വേദനയാണ് ആ വാക്കുകളിൽ നാം കേൾക്കുന്നത്. അതായത് ഇതൊരു കാരണം മാത്രമാണ്. ഈ ആരിഫയുടെ മകനുണ്ട്. ആ മകൻ PSC റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ PSCയുടെ ഈ ഒരു സമരം നടന്നു കഴിഞ്ഞപ്പോൾ അതും പാതി വഴിക്കായി കഴിഞ്ഞപ്പോൾ ആ മകൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലേക്ക് ജോലി തേടി പോവുകയാണ് ചെയ്തത്. കാരണം ഇവിടെ നിന്നിട്ട് കാര്യമില്ല, തന്റെ വീട് തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, തന്റെ മാതാപിതാക്കളെ തനിക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല. ഇവിടെ നിന്നിട്ട് നമുക്ക് PSC റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നതാണ്, പക്ഷെ എന്നിട്ട് ഒരു നിയമനം പോലും കിട്ടിയില്ല. ഈ സാഹചര്യത്തിൽ നാട് വിടുക എന്നല്ലാതെ ആ കുടുംബം പോറ്റാനായിട്ട് ആ 26 വയസ്സുകാരന് ഒരു നിവൃത്തിയും ഇല്ല. ഇങ്ങനെ എത്ര ആളുകളാണ് ഈ നാട്ടിൽ നിന്നും അന്യനാട്ടിലേക്ക് ജോലി തേടി പോകുന്നത്. ജോലി തേടി പോകുന്നതിന്റെ പകുതി കാരണവും ഈ നാട്ടിൽ ജോലി ലഭിക്കാത്തത് തന്നെയാണ്. കാരണം അർഹതപ്പെട്ടവർ പലരും പുറമെ നിൽക്കുമ്പോൾ പിൻവാതിൽ നിയമനവും ബന്ധു നിയമനവും വെച്ച് ഇവർ കുത്തിത്തിരികെ കയറ്റുന്ന ആളുകളാണ് ഇതിനെല്ലാം ശരിക്കും ഉത്തരവാദി. ആരൊക്കെ മാറി മാറി ഭരിച്ചാലും PSC സമരം എപ്പോഴും തെരുവിലാണ്. കാരണം PSC ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിക്കഴിഞ്ഞാലും അവർക്ക് നിയമനം ലഭിക്കാറില്ല. കാരണം അവരൊരു പാർട്ടിയുടെയും ആളുകളായിരിക്കില്ല. പഠിച്ച് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങിയവൻ തെരുവിൽ കിടക്കുകയാണ്, അവിടെ മണ്ണ് നിന്ന് പ്രതിഷേധിക്കുകയാണ്. അവിടെ ഒന്നും കാണാൻ ഇവർക്കാർക്കും കഴിയുകയില്ല. ആ ഒരു ക്രൂരത സെക്രട്ടേറിയറ്റ് മുന്നിൽ കഴിയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അവിടെ നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്. CJP പാർട്ടിയുടെ പിന്തുണ പ്രഖ്യാപിച്ച് ഇവിടെ പറഞ്ഞ പല സെലിബ്രിറ്റികൾ ആരും അവിടേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഒരു വശത്ത് PSC ഉദ്യോഗാർത്ഥികളുടെ സമരം, മറ്റൊരു ഭാഗത്ത് ഇന്ന് വരും നാളെ വരും എയിംസ് വരും എന്ന് പറഞ്ഞ് തങ്ങളുടെ ഭൂമിയിൽ മഞ്ഞക്കുറ്റി അടിച്ചിട്ട് തങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു ജനതയുടെ കണ്ണുനീരും ആരും കാണണ്ട.
എല്ലാം മാറ്റാനായിട്ട് വന്നതാന്ന് പറഞ്ഞു വി.ഡി. സതീശൻ ഈ ഒരു ചുമതല ഏറ്റെടുത്തു എന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയായി. പക്ഷേ എന്താണ് ശരിക്കും ഏറ്റെടുക്കുന്നത്? ഇവരുടെ കണ്ണുനീര് എന്നാണ് തുടയ്ക്കാൻ പറ്റുക? എയിംസ് എപ്പോഴാണ് വരിക? ആലപ്പുഴയിൽ വേണോ, തൃശ്ശൂർ വേണോ, കോഴിക്കോട് വേണോ എന്നുള്ള നറുക്കെട്ടെടുക്കുന്നതിന് പകരം ഇവര് എന്താണ് എവിടെയാണെന്ന് തീരുമാനിക്കാതെ ഇതിൽ പെട്ടുപോയിരിക്കുന്ന പാവം ജനതകളാണ്. സ്വന്തം ഭൂമിയിൽ അധ്വാനിച്ച് വാങ്ങിച്ച സ്വന്തം ഭൂമിയിൽ മഞ്ഞക്കുറ്റി അടിക്കുമ്പോൾ ആ ഭൂമി പിന്നെ ഒന്നിനും തിരിച്ചെടുക്കാനോ മറിച്ചു വിൽക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യമാണ്. എന്നാൽ ശരി, അവർക്ക് അർഹതപ്പെട്ട തുക അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് അവിടുന്ന് മാറിയെങ്കിലും പോകാമായിരുന്നു. ഇതും കൊടുക്കാത്ത സാഹചര്യത്തിൽ സർക്കാരിന്റെ വഞ്ചനയാണ് ഇവരോട് കാണിച്ചത്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തെ മുകളിലേക്ക് കയറ്റി എന്ന് പറയുന്ന സഖാക്കന്മാരുടെ കമന്റ് ബോക്സുകളൊന്നും ഇവരുടെ നേരേക്ക് വരുന്നില്ലല്ലോ, ഇവരെ പറ്റി പറയുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? കേരളം ഇത്തരത്തിലുള്ള പ്രളയ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഖാക്കളാണ്. പാവപ്പെട്ടവന്റെ വേദന ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്ന പിണറായി വിജയനെയാണ് നമുക്ക് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് ഘോരം മെസ്സേജ് അയക്കുകയും കമന്റ് പറയുകയും എന്തിന് വാർത്തകളൊക്കെ നിറഞ്ഞ് അഘോരാത്രം സംസാരിക്കുകയും ചെയ്യുന്ന സഖാക്കന്മാരാലും ഇവരുടെ കണ്ണുനീര് കാണാത്തത് എന്താണ്? ഈ ഒരു പ്രസ്ഥാനം, അപ്പോൾ ശരിക്കും ഈ പ്രസ്ഥാനം തന്നെയല്ലേ ഈ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ചത്? ഇവരുടെ കണ്ണുനീരിന് ആരാണ് അറുതി ഉണ്ടാക്കി കൊടുക്കുക? ശരി, അതൊക്കെ കഴിഞ്ഞ കഥയാ, 10 വർഷത്തെ കഥ നമുക്ക് അവിടെ നിർത്താം. പക്ഷെ ഇപ്പോൾ വന്ന ഈ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ഭരണം മാറിയല്ലോ, 10 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ മറ്റൊരു ഭരണം വന്നല്ലോ കോൺഗ്രസിന്റെ. ഈ ഭരണത്തിൽ പോലും ഇവർക്ക് നീതി ലഭിക്കുന്നില്ല. ഇനി എന്നാണ് ഇവർക്ക് നീതി ലഭിക്കുക?